ലക്ഷ്യം മാറി ഇസ്രയേലിന്റെ കപ്പൽ തന്നെ ആക്രമിച്ചു അമേരിക്ക. ഇറാന്റെ തുറമുഖത്ത് വീണ്ടും സ്ഫോടനമോ? നമസ്കാരം. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് യമനിലേക്കാണ്. യമനിലെ ഹൂതികളെക്കുറിച്ചാണ് ആദ്യത്തെ വാർത്ത. നമുക്കറിയാം, അമേരിക്ക കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നിരവധി ആക്രമണങ്ങളാണ് ഈ യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരുന്നത്. തിരിച്ച് ഹൂതികളും ഈ അമേരിക്കൻ കപ്പലുകൾ, അതായത് റെഡ് സീയിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി ആക്രമണങ്ങൾ ഹൂതികളും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് അമേരിക്ക നടത്തിയ ഒരു മിസ്റ്റേക്കാണ്. അവർ നടത്തിയ ഒരു ബ്ലണ്ടർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ തന്നെ ബന്ധമുള്ള ഒരു കപ്പലിനെയാണ്. അതായത് റെഡ് സീയിൽ അമേരിക്കൻ സേനയ്ക്ക് ഹൂതികളുടെ മുമ്പിൽ മുട്ടിടിക്കുന്നുണ്ടോ എന്ന രീതിയിലാണ് ഇപ്പോൾ ചോദ്യമുയരുന്നത്. എനിക്ക് വ്യക്തമായി അറിയാം, അമേരിക്ക എന്ന് പറയുന്നത് വളരെ വലിയൊരു സൈനിക ശക്തിയാണ്. ഞാൻ പറയുന്നത് റെഡ് സീയിലെ കാര്യമാണ്. റെഡ് സീയിൽ എന്തുകൊണ്ട് അമേരിക്കൻ സേന വളരെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരന്തരമായ ആക്രമണങ്ങളാണ്. ഇപ്പോൾ അവരുടെ തന്നെ ഒരു വിമാനവാഹിനി കപ്പലുണ്ട്, ഹാരി എസ് ട്രൂമാൻ. അത് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നേരിടുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇസ്രയേലി ബന്ധമുള്ള കപ്പൽ തന്നെ ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നത്. നവംബർ 26 ഈ ഒരു ഡേറ്റിലാണ് അമേരിക്ക മൂന്ന് ടാർഗറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയത്. ഗാലക്സി എന്ന് പേരുള്ള ഒരു ഷിപ്പ്, അത് നവംബർ 19 ഹൂതികൾ പിടിച്ചു വെച്ചൊരു ഷിപ്പാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്രയേലി സേന ഗസയിൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്ക് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഈ ഹൂത്തികൾ ഈ ഒരു ഷിപ്പ് പിടിച്ചു വയ്ക്കുന്നത്. എന്നാൽ ഈ ഒരു ഷിപ്പിലുള്ള ക്രൂ അംഗങ്ങളെയെല്ലാം, അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ എല്ലാം തന്നെ പിന്നീട് റിലീസ് ചെയ്യുന്ന, അവരെ വിട്ടയക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്ക ഏകദേശം $1 ബില്യൺ ഹൂത്തികളെ നേരിടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചതെന്നാണ്. എന്നാൽ അതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി അവർക്ക് നേടാനും സാധിച്ചിട്ടില്ല ഇതുവരെയുള്ള സാഹചര്യത്തിൽ. മറ്റൊരു വാർത്ത വരുന്നത് ഇറാന്റെ തുറമുഖത്ത് ഉണ്ടായ ഒരു സ്ഫോടനം. അത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു. നിരവധി ചാനലുകൾ അത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിരുന്നു. കാരണം വളരെ വലിയൊരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ആ തുറമുഖത്ത്. അതായത് ബന്ദർ അബ്ബാസ് മേഖല, ആ ഒരു മേഖലയിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു ആദ്യമുണ്ടായ സ്ഫോടനത്തിന് ബാക്കിയായിട്ട് പിന്നീടും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. ഇറാനിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ വളരെയധികം ആശങ്ക ഉളവാക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഇറാനും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷാഹിദ് റജോയി പോർട്ടിലുണ്ടായ ആ ഒരു സ്ഫോടനത്തിൽ 14 പേർ മരണമടയുകയും ഏകദേശം 750ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മരണനിരക്ക് കൂടിയിരിക്കുകയാണ്. ഏകദേശം 28 പേർ ഇപ്പോൾ മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഏകദേശം 1000ഓളം പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് മിലിറ്ററിയുമായി ബന്ധപ്പെടുത്തിയ യാതൊന്നുമല്ല പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ ചില ന്യൂസ് ഏജൻസികൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ, ഈ ഒരു സ്ഫോടനം നടന്നപ്പോൾ ആദ്യമേ തന്നെ കൊടുത്തിരുന്നത് എന്തോ ആർമിയുടെ, മിലിറ്ററിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ അതിന് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒന്നുമല്ല, മിലിറ്ററിയുമായി ബന്ധപ്പെടുത്തി യാതൊന്നുമല്ല പൊട്ടിത്തെറിച്ചത് എന്നാണ്. അതായത് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ പറയുന്നു ആദ്യത്തെ സ്ഫോടനത്തിന് ശേഷം പിന്നീടും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പറയുന്നു എല്ലാ കാര്യങ്ങളും കൺട്രോളിലാണ്, ഞങ്ങളിപ്പോൾ തീയെല്ലാം അണച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ളൊരു വ്യക്തത വരുത്താനായിട്ട് തീർച്ചയായിട്ടും സമയമെടുക്കും. ഇത് സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് സംബന്ധിച്ച് എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. ഇതുമായി തന്നെ ബന്ധപ്പെടുത്തിയ ഒരു വാർത്തയാണ്. ഇറാന് വേണ്ട സപ്പോർട്ടുമായിട്ട് ഇപ്പോൾ റഷ്യ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. റഷ്യയുടെ തന്നെ എയർക്രാഫ്റ്റുകൾ ഇപ്പോൾ ഇറാനിൽ എത്തിയതായിട്ടാണ് വിവരങ്ങൾ വരുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇത് സംബന്ധിച്ച് അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും ഒപ്പം തന്നെ റഷ്യയും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.